മിസ്ബാഹി ഉസ്താദ്, അതുപോലെ തന്നെ ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതും പിരിയലുമെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് എല്ലാ ആഴ്ചയിലും നടത്തി വരാറുള്ള സ്വലാത്തിന്റെയും മാസത്തിൽ ഒരു തവണ വളരെ വിപുലമായി നടത്തപ്പെടുന്ന ജലാലിയ റാത്തീബിന്റെയും ഖുതുബിയത്തിന്റെയും വാർഷിക പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബ് തആല നമ്മിൽ നിന്ന് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. വിശാലമായി ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വേദിയിൽ പ്രഭാഷണം നടത്തേണ്ട ഉസ്താദ് അല്പസമയത്തിനകം ഇവിടെ എത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം അത് അല്ലാഹുവിന്റെ മതമാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളും ഇസങ്ങളും ആചാരങ്ങളും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം എന്ന് പറയുന്നത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് പരിശുദ്ധമായ ഇസ്ലാം മതമാണ്. ആ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ജീവിതയാത്രയിൽ വിശാലമായി പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ആളുകളോട് നമുക്ക് കടപ്പാടുകളും കടമകളും നിർവഹിക്കാനുണ്ട്. ആ കടമകളും കടപ്പാടുകളും പൂർണ്ണമായി നിറവേറ്റി ജീവിച്ചാൽ മാത്രമേ ഇരുലോകത്ത് വിജയിക്കുന്നവരായി മാറാൻ നമുക്ക് സാധ്യതയുള്ളത്. നമ്മളെ പഠിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബു അല്ലാഹു, ആ അല്ലാഹുവിനോട് നമുക്ക് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അത് ഓരോ സെക്കൻഡും നമ്മൾ നിർവഹിക്കേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹബ്ബത്ത് വെക്കലും അവിടുത്തെ ഇഷ്ക് വെക്കലും അവിടുത്തെ സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടമകൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ്. അതിന്റെ പേരിലാണ് നമ്മളൊക്കെ ഈ അലങ്കാരം കൊണ്ട് ധന്യമാക്കിയതും നല്ല പ്രൗഢമായ രൂപത്തിൽ വേദികൾ ഉണ്ടാക്കി പ്രഭാഷണങ്ങൾ നടത്തുന്നതും ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കടമകൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ കടമകളും കടപ്പാടുകളും പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയവും അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതം മുഴുവനും, നമ്മുടെ ആയുസ് മുഴുവനും, നമ്മുടെ സമ്പത്ത് മുഴുവനും, നമ്മുടെ ആരോഗ്യം മുഴുവനും, നമ്മൾ എല്ലാ സമയങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ പോലും അവിടുത്തെ കടമകൾ നമ്മൾ നിർവഹിച്ചു എന്ന് പറയാൻ നമ്മൾക്ക് അവകാശമില്ല. അത്രത്തോളം വലുതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്
ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നു, എന്റെ ഉമ്മ നടക്കാനുള്ള ശേഷിയില്ല, കൈകാലുകൾക്ക് ശേഷിയില്ല, വയസ്സായ വാർദ്ധക്യമെത്തിയ എന്റെ ഉമ്മ, ആ ഉമ്മയെ എന്റെ സ്വന്തം തോളിലേറ്റിക്കൊണ്ട് പരിശുദ്ധമായ മക്കയിൽ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത്തെ പോലത്തെ സൗകര്യമുള്ള നാളല്ല, കാലമല്ല. പക്ഷേ എന്റെ സ്വന്തം തോളിലേറ്റി എന്റെ ഉമ്മയ്ക്ക് വാഹനമായി ഞാൻ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു കൊടുത്തു. മിനയും മുസ്ദലിഫയും അറഫയും എല്ലാ പ്രയാസകരമായ സ്ഥലങ്ങളിലും എന്റെ മാതാവിന്, എന്റെ ഉമ്മയ്ക്ക് ഒരു വേവലാതിയോ പരാതിയോ വിഷമമോ ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടുകൂടെ അവിടുന്ന് സ്വന്തം വാഹനമായി എന്റെ തോളിൽ ഞാൻ കൊണ്ടുപോയി നിർവഹിച്ചു കൊടുത്തു. ഇന്നിതാ എന്റെ നാട്ടിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഉമ്മയെ സ്വന്തം തോളിലേറ്റി എല്ലാ കർമ്മങ്ങളും മുറ പോലെ നിർവഹിച്ച് എന്റെ നാട്ടിലേക്കും എന്റെ സ്വന്തം തോളിലേറ്റിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുകയാണ്. എന്നാൽ ഞാൻ സഹിച്ച ഈ ത്യാഗം, ഞാൻ സഹിച്ച ഈ പ്രശ്നങ്ങളും ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളുമെല്ലാം എന്റെ മാതാവിനോട് ഞാൻ നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും പൂർണ്ണമായിട്ടുണ്ടോ എന്ന്, എനിക്ക് എന്റെ കടമകൾ പൂർത്തിയായി എന്ന് പറയാൻ അവകാശമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് ഇല്ല. അവർ സഹിച്ച നൊമ്പരവേദനയുടെ ഒരു അംശം പോലും, ശ്രദ്ധിക്കണം, സ്വന്തം നമ്മുടെ മാതാവ് സഹിച്ച നൊമ്പരവേദനയുടെ ഒരു അംശം പോലും നീ ചെയ്തു പോയ ഈ ത്യാഗത്തിന്റെ കാരണം കൊണ്ട് ആയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം ഗൗരവകരമായ കാര്യം. പുതിയ കാലമാണ്, പുതിയ ചുറ്റുപാടുകളാണ്, പുതിയ പുതിയ സംസ്കാരങ്ങളാണ്, പുതിയ പുതിയ ജീവിത രീതികളാണ്. യുവതലമുറകളൊക്കെ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇഹലോക വിജയം നമുക്ക് ഏറ്റവും മരണപ്രദമായി വേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തമാണ്. അവിടെ പൊരുത്തം ഇല്ലാതെ നമുക്ക് ഒരു അംശത്തിൽ പോലും വിജയം നേടാൻ സാധ്യമല്ല. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഒരു ലെവലേശം പോലും നമുക്ക് വിജയം നേടാൻ സാധ്യമല്ല. ആ കാര്യമാണ് നമ്മൾക്കൊക്കെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. സ്വഹാബിയാണ്, വലിയ മഹാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാ സമയത്തും കൂടിയ ആളായ ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്താകുന്ന വേള വന്നു. സ്വഹാബികളെല്ലാവരും അവിടുന്ന് കലിമത്തു ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹു അവിടുന്ന് നാവനങ്ങുന്നില്ല. അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ പറയാൻ സാധിക്കുന്നില്ല. കൂടെയുണ്ടായിരുന്ന സഹാബികൾക്ക് വേദന വന്നു, സങ്കടം വന്നു. കാരണമെന്തേ? നമ്മളോടൊപ്പം എല്ലാ സമയത്തും കൂട്ടുകൂടിയിരുന്ന നമ്മളെ കൂട്ടുകാരനാണ്. പക്ഷേ അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം വന്നുപോയി. ഈ വിവരം ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അലിന് ചോദിക്കുന്നു, അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടോ? അവിടുന്ന് പറയുന്നു, ഉണ്ട്. വയസ്സായ വാർദ്ധക്യമെത്തിയ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. അവിടുന്ന് വിളിക്കാൻ പറഞ്ഞു. ചുരുക്കി പറയുകയാണ്, അവിടുന്ന് മാതാവിനെ വിളിച്ചപ്പോൾ വേച്ച് ഇലാ ഹളറത്ത് റസൂലില്ലാഹ്,
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് വരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, അല്ലയോ ഉമ്മ, ഈ കിടക്കുന്ന നിങ്ങളുടെ മകനാണ്, മരണമാസന്നമായ വേദന അനുഭവിക്കുന്ന വ്യക്തിയാണ്. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പറയുന്നില്ല. ആരെങ്കിലും അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറഞ്ഞുകൊണ്ട് മരിച്ചാൽ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് വിട പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നല്ല അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്. ആ കാര്യം ഉമ്മയോട് പറഞ്ഞുകൊണ്ട് ഉമ്മയോട് ചോദിക്കുന്നു, അല്ലയോ ഉമ്മ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന വല്ല പ്രശ്നങ്ങളോ വല്ല പ്രയാസമോ ഈ മകനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അവിടുന്ന് പൊന്നാര ആ ഉമ്മയോട് ചോദിച്ചപ്പോ ഉമ്മയുടെ മറുപടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അവിടുന്ന് പറയുന്നു, എന്റെ മകൻ എന്നോട് വല്ലാത്ത പ്രിയമായിരുന്നു, എന്റെ മകൻ എന്നോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു, എനിക്കും അങ്ങനെ തന്നെയാണ് നബിയേ. എന്റെ മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത മഹബത്തായിരുന്നു, വല്ലാത്ത ഇഷ്കായിരുന്നു. പക്ഷേ അവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം മുമ്പത്തെ പോലെ എന്നെ പരിഗണിക്കുന്നില്ല. അവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാതാവെന്ന പരിഗണന മുമ്പ് തന്നതുപോലെ എന്നെ പരിഗണിക്കുന്നില്ല നബിയേ. അതെനിക്ക് പുറത്തു കൊടുക്കാൻ സാധ്യമല്ല. എന്റെ മനസ്സ് വേദനിച്ചു പോയതാണ്. ആ മനസ്സിന്റെ വേവലാതി എനിക്ക് പുറത്തു കൊടുക്കാൻ സാധ്യമല്ല. അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, പുറത്തു കൊടുക്കണം, പുറത്തു കൊടുക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞിട്ടും പുറത്തു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളെല്ലാവരും വിറകുകൾ ശേഖരിക്കണം. അങ്ങനെ എല്ലാ ആളുകളും പെട്ടെന്ന് വിറകുകൾ ശേഖരിച്ചു. ഒരു വിറകിന്റെ കൂമ്പാരമുണ്ടാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഉമ്മയോട് പറയുന്നു, ഓ ഉമ്മ, നിങ്ങളുടെ പൊന്നാര മകൻ ഈ രൂപത്തിലാണ് മരണപ്പെടുന്നതെങ്കിൽ, നിങ്ങളുടെ പൊരുത്തമില്ലാതെയാണ് ഈ ലോകത്തിന് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ, ആളിക്കത്തുന്ന ജഹന്നമായ നരകത്തിലേക്കാണ് പോകുന്നത്. അങ്ങേക്ക് സഹിക്കാൻ കഴിയുമോ? വീണ്ടും ചോദിക്കുന്നു, ആ കാണുന്ന വിറകിന്റെ ശേഖരണം കണ്ടുവോ? ആ അതിലേക്ക് തീ കൊടുത്ത് തീ കുണ്ടാരമുണ്ടാക്കി ആ തീ കുണ്ടാരത്തിലേക്ക് നിങ്ങളെ മകനെ വലിച്ചെറിയാൻ തീരുമാനിച്ചാൽ ഉമ്മ എന്ന നിലക്ക് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ? അവസാനം ആ ഉമ്മ എത്ര പ്രശ്നമുണ്ടാക്കിയാലും എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നമ്മളെ 10 മാസം വയറ്റിൽ വെച്ച സ്വന്തം ഉമ്മ, ആ ഉമ്മയ്ക്ക് പുറത്തു തരാതിരിക്കാൻ കഴിയില്ല. അവിടുന്ന് അവസാനം പറഞ്ഞു, ഇതുപോലെയാണ്, ഇതിനേക്കാളും വലിയ തീകുണ്ടാരമാണ് നരകം. നിങ്ങളെങ്ങാലും ഈ സമയത്ത് പൊരുത്തപ്പെട്ട് കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ മകൻ പോകുന്നത് ജഹന്നമ എന്ന നരകത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ അവസാനം ആ ഉമ്മ ആ പൊന്നുമോന് പൊരുത്തപ്പെടുത്തു കൊടുത്തു. അവസാനം ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹുവിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഈ ലോകത്ത് ഇവിടുന്ന് വിട പറഞ്ഞു പോയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ കാലയളവിൽ നമ്മുടെ മാതാപിതാക്കൾ നല്ലോണം പരിഗണിക്കേണ്ടതുണ്ട്. ഓരോ ദൈനംദിന ജീവിത രീതിയിൽ സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്ന കാഴ്ചകൾ വല്ലാത്ത മനസ്സ് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോയാണ്. ഒരു വയസ്സായ ഉപ്പ, ക്യാൻസർ ബാധിതനായ ഉപ്പ, നിത്യരോഗിയായ ഉമ്മ,
ആ ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്വത്തുക്കളുമെല്ലാം ആ മകൻ ആ മകൾ എല്ലാം അവരുടെ പേരിലേക്കാക്കി അവസാനം സ്വന്തം മാതാവിനെയും പിതാവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന നായ ഇറക്കിക്കൊണ്ട് അവരെ വീടിന്റെ മുമ്പിൽ നിന്ന് ആട്ടിയോടിക്കുന്ന രംഗം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാണ് നമ്മൾ എല്ലാവരും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ കേട്ട വാർത്തയാണ്. 24-25 വയസ്സുള്ള ആഷിഖ് എന്ന് പറയുന്ന ഒരു യുവാവ് സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്ത വാർത്ത നമ്മൾ കേട്ടവരാണ്. അവസാനം അവൻ പറഞ്ഞ മറുപടി, എന്നെ പ്രസവിച്ചതിനുള്ള മറുപടിയാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മനികൾ ചിന്തിക്കണം. ആഖിർ കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മാതാവിന് തീരെ വില കൽപ്പിക്കാത്ത ലോകം. നമ്മളൊക്കെ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, വലിയ സാമ്പത്തികമായ ഉയർച്ചകൾ കിട്ടിക്കഴിഞ്ഞാൽ, വലിയ മണിമാളികകൾ ഉണ്ടാക്കി, കൊട്ടാര തുല്യമായ വീടുകൾ ഉണ്ടാക്കി, ആ വീട് കൂടിന്റെ അന്ന് അവൻക്കൊരു തോന്നൽ വന്നുപോയി. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പരിപാടി പ്രഭാഷണം നടത്തേണ്ട ഉസ്താദ് അവറുകളാണ് വേദിയിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയവുമായി നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്, അറിയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ഉസ്താദുമാർ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അല്ലാഹു ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ എല്ലാ ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുക.